ദേവസഭാധ്യക്ഷൻ നമ്മുടെ തന്നെ ആയിരിക്കുന്നല്ലോ ദാസനെ ഓർക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അതുതന്നെ ദൈവത്തിൻ്റെ കൃപകളാൽ ദാസനെ നടക്കുകയും ശുശ്രൂഷകളൊക്കെ നിറവഴിയായ അനുഗ്രഹമായിട്ട് ചെയ്യുവാനാണ് ദാസൻ ശക്തമായി നാളുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയം ദാസൻ ദൈവം ശുശ്രൂഷിക്കുന്നതായിരിക്കും. അതിനായിട്ട് ക്ഷണിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പകൽക്കാലം ആരാധന മധ്യത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവ കൃപയെ ശരണപ്പെട്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി ദൈവപാദപ്രവർത്തികളിലേക്ക് തലമുടക്കണം. നമുക്ക് ദൈവവും അവസരം നൽകി തന്നു. വിശേഷാല പൂമലയിൽ നമ്മുടേതായ ഈവനിംഗ് ചർച്ച ബോർഡിന്റെ രണ്ടാം വാർഷികമായി നടക്കുന്നതായ 2 ദിവസത്തെ കൺവെൻഷനിൽ ഇന്നലെ ആരംഭം കുറിച്ചു. അതിൽ സംബന്ധിപ്പാടത്തോടുള്ള ആയാതിലാണ് കടന്നു വന്നത്. അങ്ങനെ ഇന്നലത്തെ സംബന്ധിപ്പാടത്തോട് അവകാശം ഒരുക്കി ഇന്ന് ഇവിടെ ആരാധന സംബന്ധിച്ച് മടങ്ങി പോകാനുള്ള ആഗ്രഹത്തോടെ സംബന്ധിപ്പാടത്തോട് അവകാശം ഒരുക്കി ഒരിക്കൽ കൂടെ നിങ്ങളെയൊക്കെ കാണുവാനാണ് ദൈവം. കഴിഞ്ഞ മാർച്ച് 1-ാണ് വന്നത്. മാർച്ച് 1-ാം തീയതി വന്ന ആശയത്തിലൂടെ കടന്നു കഴിഞ്ഞു. വീണ്ടും ഒരു പ്രാവശ്യം സാവകാശം അനുസരിക്കുന്നു. നമ്മുടെയൊക്കെയും സാക്ഷികൾ ബലങ്ങൾ കേൾപ്പാൻ കഴിഞ്ഞു. ശാരീരികമായൊക്കെ പലരും ദേശങ്ങളിലൂടെ കടന്നു പോകുന്നു. സ്ഥിതി കഴിഞ്ഞ ദിവസമായി ദൈവം ശാരീരികമായ ദേശങ്ങളിലൂടെ കടന്നു പോകുന്നു. ചോദിക്കാറുണ്ട്, അങ്ങനെ അവസരം ചെയ്യാറുള്ളൂ, അങ്ങനെ വിളിക്കാറുള്ളൂ. ഞങ്ങൾ വിളിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഫോൺ ചെയ്യുമ്പോഴൊക്കെ എല്ലാവരുടെയും വിവരങ്ങൾ നൽകാറുണ്ട്. അപ്പോൾ എല്ലാവരുടെയും വിവരങ്ങൾ പറഞ്ഞ് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുവാനായ സാവകാശം ദൈവം ഒരുക്കുന്നു. നമുക്കാലം ദൈവത്തിൽ ആയിരിക്കാറുമ്പോൾ ദൈവം ഒരു അവസരം നൽകി തന്നല്ലോ. എല്ലാ ദൈവങ്ങൾക്കുമായ സ്തോത്രം. ദൈവം എല്ലാം ദൈവം നൽകി തന്നിട്ടല്ലാതെ നമുക്ക് ഭൂമിയിൽ ഒന്നും അനുഭവിക്കാൻ കഴിയുകയില്ല. സകലവും ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ കൃപകളാണ്, ദൈവത്തിന്റെ നന്മകളാണ്. Maybe it's a material or it is maybe spiritual, whatever blessing it may be, it is all from heaven only. ദൈവം അനുവദിച്ച് നൽകുന്ന ഭൗതികമായും ആത്മീയമായ ഏത് പഠനമുള്ള അനുഗ്രഹമായാലും ദൈവം നൽകി തന്നിട്ടല്ലാതെ ഒന്നും അനുഭവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവമക്കളാൽ നമ്മൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടായിരിക്കണം ആരാധന കണ്ടുവരുമ്പോൾ. നമ്മുടെ വായുകൾ സ്തുതിസ്തോത്രയാഗം അർപ്പിക്കണം. പലപ്പോഴും നാം ചിന്തിക്കാൻ നമ്മള് ചില കീഴ്വഴക്കങ്ങളിലൊക്കെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് അങ്ങനെ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ല. നമ്മൾ തീർച്ചയായിട്ടും ആരാധന വന്നിരിക്കുമ്പോൾ ഇന്ന് ഞാൻ പ്രവർത്തിക്കുന്ന പിള്ളേരൊക്കെ കൂടെ ഒന്ന് പാട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ അത് അവിടെ നിൽക്കുമ്പോഴൊപ്പം തന്നെ പ്രചോദനമായി നമ്മളെല്ലാവരും വളരെ കഴിവുള്ളതോടെ എല്ലാവരും നന്മയെ അടിച്ച് ദൈവത്തിന് സ്തുതിയും സ്തോത്രയാഗം അർപ്പിക്കണം. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവരുടെ മഹത്വപ്പെടുത്തുന്നു പറയുന്ന ദൈവികമായ ആരാധന മധ്യത്തിൽ ദൈവനാമത്തെ ഉയർത്താൻ കണ്ടുവന്നിരിക്കണം. നമ്മുടേതായ പൂർണ്ണ ശക്തിയും പൂർണ്ണ ബലവും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഏതാണ് എല്ലാ ശുശ്രൂഷയിലും ആദ്യമുള്ളത് ദൈവത്തിന് സ്തുതി സ്തോത്രയാഗം അർപ്പിക്കേണ്ടത്. എന്തുകൊണ്ടെങ്കിൽ പലപ്പോൾ നമ്മുടേതായ മനസ്സ് പലയിടങ്ങളിലേക്ക് മാറിപ്പോകും. അതിൽ ദൈവികം തന്നെ ദൈവത്തോട് കേന്ദ്രീകൃതമായിരിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അതുമായി താതാത്മ്യപ്പെട്ട് ദൈവത്തോട് അടുത്തിരിക്കുന്ന അനുഭവം അനുഭവിപ്പാൻ അതിൽ കൂടെ ദൈവികം നമ്മളോട് പ്രായപ്പെടുവാൻ കഴിയും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. സമയം അനുവദിച്ചിരിക്കുന്ന സമയം നമ്മൾ പറഞ്ഞ 5 മിനിറ്റ് ആയാലും 10 മിനിറ്റ് ആയാലും എനിക്ക് സമയത്തിന്റെ വേറെ ഉണ്ടാകാം. 5 മിനിറ്റ് ലഭിക്കുന്നെങ്കിൽ 5 മിനിറ്റ് പറയുക എന്നുള്ളതാണ്. അധികം സമയം എടുക്കുന്നതിൽ ആ ഉള്ള സമയത്തിന് വേണ്ടി നിൽക്കുവാണെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു 5 മിനിറ്റ് അധികമായിട്ട് ക്ഷമിക്കുമെന്ന് കരുതുന്നു. നമുക്ക് അല്പനേരത്തെ ദൈവം വെച്ചിരിക്കുന്നതായ ദൈവികമായ ചിന്ത നിങ്ങൾ വായിക്കാൻ ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ആധാരമായിട്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 55 വേദഭാഗങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 55-ാമത്തെ വാക്യം 55-56. ഹല്ലേലൂയ, സ്തോത്രം. എടുക്കുന്നവരൊന്ന് എപ്പോഴും വായിക്കാൻ നമുക്ക് സ്പീഡപ്പിക്കാം. കണ്ടു.
ഇതാ സർവ്വത്തിൽ നിന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. 8-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു, അവനെ കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ച വേദഭാഗത്തെ കുറിച്ച് പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരൊക്കെ ഇന്ന് മുതൽക്കാലം വളരെ ആഘോഷമാണ്. 19 ദിവസക്കാലം അവരൊരു സ്ട്രഗിൾ ചെയ്താൽ അതിൽ നിന്ന് വളരെ ആഘോഷപൂർവ്വം ഉണ്ടാകുന്ന അവസരമാണ്. ഏത് രീതിയിലുള്ള അവസ്ഥയിലാകട്ടെ, കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്ന അവൻ മരിച്ച കർത്താവല്ല, അവൻ ജീവിക്കുന്നു, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതായ ബോധം വർഷത്തിൽ ഒരിക്കലെങ്കിലും ഉണർവുണ്ടാകുന്നു. നമുക്കത് നിരന്തരമുള്ള ആ ഉയർപ്പിന്റെ സുപ്രഭാതത്തിൽ അവർ ഉൾപ്പെട്ടുകൊണ്ട് ദൈവത്തെ ആരാധനപ്പെട്ടവൻ ആഴ്ചയോടെ തൽക്കാലം വേർതിരിച്ചുകൊണ്ട് ദൈവത്തിനില്ല ഒന്നാം ദിനം കടന്നു കാണാം. ദൈവം നമ്മുടെ ഇതിലൂടെ നടക്കുന്നു. ദൈവത്തിന് അതിമഹത്തായ കൃപകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം പറയുന്നത് കുഴപ്പമൊന്നുമില്ല. ദൈവം നമ്മൾ നല്ല ഹൃദയത്തോട് ദൈവത്തിനെ ആരാധിക്കാൻ കടന്നിരിക്കുമ്പോൾ ദൈവത്തെ ശരിപ്പെടാനുള്ള അവകാശം ഒന്നും നഷ്ടമാക്കാതെ നമ്മൾ അതിലേക്ക് പൂർണ്ണമായി ആകേണ്ടതാണ്. ഇവിടെ അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് അറിയാം. കർത്താവ് ഭൂമിയിൽ വന്നു തന്റെ ദൗത്യം തികച്ചെടുത്തു. ആ ദൗത്യത്തിൽ അവസാനമായി അവനെ അഥവായ 6 കോടതികൾ മാറി മാറി വിസ്തരിച്ചു. 3 മതകോടതികൾ വിസ്തരിച്ചു. അവൻ കുറ്റം കണ്ടില്ല. വീണ്ടും അവനെ പീലാത്തോസിന്റെ അടുക്കലേക്കോ കയ്യപ്പാവിന്റെ അടുക്കലേക്കും അങ്ങനെയായ ഭൗതികമായ മതകോടതികൾ ഉപരിയായിട്ട് ഭൗതികമായ റോമൻ ഗവൺമെന്റിന്റെ കോടതിയിലേക്കും അവനെ കൊണ്ടുപോയി. അവസാനം അവനൊരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കോടതികൾ മാറി മാറി വിസ്തരിച്ചു.